നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. മറനീക്കി ധർമ്മസ്ഥലിയിലെ ഗൂഢാലോചന, പിന്നിൽ ഇടത് ജിഹാദി സംഘം, ക്ഷേത്രം തകർക്കാൻ ബോധപൂർവ ശ്രമമെന്ന് വിശ്വാസികൾ, ചിന്നയ്യയ്ക്ക് മാവോയിസ്റ്റ് ബന്ധമെന്നും സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഈ മാസം 29 മുതൽ ഭാരത ജപ്പാൻ ഷാങ്ഹായ് ഉച്ചകോടികളിൽ പങ്കെടുക്കും. ഫിജി പ്രധാനമന്ത്രി ഭാരതത്തിൽ, വിമാനത്താവളത്തിൽ ഊഷ്മള വരവേൽപ്പ്. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് രാജ്യവികസനത്തിന് ഗുണകരമല്ല എന്ന് അമിത്ഷാ. സ്വതന്ത്ര സമരത്തിനൊപ്പം നിയമനിർമ്മാണ ചരിത്രവും മറക്കരുത്. സർക്കാരും പ്രതിപക്ഷവും ജനങ്ങൾക്ക് വേണ്ടി ഒന്നിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ജമ്മുവിൽ ഉന്നതതല യോഗം ചേർന്ന രാജ്നാഥ് സിംഗ് പ്രളയബാധിത മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. SCL കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് വിജയം. ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. അഖിൽ സ്കറിയയും സൽമാൻ നിസാറും അർദ്ധസുഞ്ചം. വാർത്തകൾ നോക്കാം വിശദമായി. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് രാജ്യവികസനത്തിന് ഗുണകരമല്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്വതന്ത്ര സമരത്തിനൊപ്പം നിയമനിർമ്മാണ ചരിത്രവും മറക്കരുത്. സർക്കാരും പ്രതിപക്ഷവും ജനങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നും ഡൽഹിയിൽ അഖിലേന്ത്യാ സ്പീക്കേഴ്സ് കോൺഫറൻസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഡൽഹി നിയമസഭയിലാണ് അഖിലേന്ത്യാ സ്പീക്കേഴ്സ് കോൺഫറൻസ് ആരംഭിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി വിഠൽഭായ് പട്ടേൽ കേന്ദ്ര അസംബ്ലിയുടെ സ്പീക്കറായി മാറിയതോടെയാണ് ഭാരതത്തിന്റെ നിയമനിർമ്മാണ ചരിത്രം ആരംഭിച്ചതെന്നും സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം നിയമനിർമ്മാണ ചരിത്രവും ഓർമ്മിക്കണമെന്നും പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പക്ഷപാതമില്ലാതെ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും പാർലമെന്റിനും നിയമസഭകൾക്കും സാധിക്കണം. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് ഗുണകരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. अपने राजनीतिक हितों के लिए संसद और विधानसभाओं में को चलने ही नहीं देना, ये वाद विवाद नहीं होता है. विरोध संयमपूर्ण होना चाहिए. प्रतीकात्मक विरोध का अपना स्थान है, मगर विरोध करने के बहाने दिनों दिनों तक पूरे सत्र तक सदन को चलने नहीं देना, ये जो परंपराएं हो रही है, इस पर देश ने कभी न कभी विचार करना पड़ेगा. देश की जनता ने भी विचार करना पड़ेगा, चुने हुए जनप्रतिनिधियों ने भी विचार, क्योंकि जब चर्चा समाप्त हो जाती है तो सदन का देश के विकास में योगदान ही बहुत कम रह जाता है. നിയമസഭയുടെ അന്തസ്സ് നഷ്ടപ്പെട്ടപ്പോഴെല്ലാം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സർക്കാരും പ്രതിപക്ഷവും ജനങ്ങൾക്കു വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. നിയമസഭാ സ്പീക്കർമാരും ഡെപ്യൂട്ടി സ്പീക്കർമാരും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, മുതിർന്ന കേന്ദ്രമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുത്തു. ജനം, ഡൽഹി. കർണാടകയിലെ ധർമ്മസ്ഥല കേസിൽ ശുചീകരണ തൊഴിലാളി ചിന്നയ്യെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ക്ഷേത്രത്തെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചന ഉൾപ്പെടെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. അതിനിടെ ചിന്നയ്യയും മലയാളിയായ ജയന്ത് ടി, സുജാത ഭട്ട്, ഗിരീഷ് മട്ടന എന്നിവർ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഡൽഹിയിൽ പോയതായുള്ള വിവരങ്ങളും പുറത്തുവന്നു. ഡൽഹിയിലാണോ ഗൂഢാലോചന നടന്നത് എന്നും സംശയമുണ്ട്. ചിന്നയ്യയ്ക്ക് മാവോയിസ്റ്റ് ബന്ധമുള്ളതായും സൂചന. നീണ്ട 17 മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ധർമ്മസ്ഥലയിൽ മാസ്ക്മാൻ എന്ന ശുചീകരണ തൊഴിലാളി ചിന്നയ്യയെ SIT സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കേസിലെ ഗൂഢാലോചന ഉൾപ്പെടെയാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. 100 കണക്കിന് സ്ത്രീകളെ താൻ കുഴിച്ചിട്ടു എന്ന് ഉൾപ്പെടെ പച്ചക്കള്ളം മാസ്ക്മാൻ പറഞ്ഞത് ആർക്കുവേണ്ടിയാണ്, എന്തിനായിരുന്നു ഉദ്ദേശം, ആരെങ്കിലും സാമ്പത്തികം ഇതിനായി ഇറക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം തേടുന്നത്. ചിന്നയ്യ, സുജാത ഭട്ട, ഗിരീഷ് മട്ടന്ന, ജയന്ത് ടി എന്നിവർ കഴിഞ്ഞ ജൂൺ മാസത്തിൽ
ഡൽഹിയിൽ പോയതായും അവിടെ വെച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെയും അഭിഭാഷകനെയും കണ്ടതായും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിൽ വെച്ച് തന്നെയാണോ ഗൂഢാലോചന നടന്നത്, കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പ്രശസ്തമായ മഞ്ജുനാഥ ക്ഷേത്രത്തെയും ക്ഷേത്രനഗരിയായ ധർമ്മസ്ഥലയെയും തകർക്കാനായുള്ള വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ അതിന് എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്നതാണ് വ്യക്തമാവാനായുള്ളത്. പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ചിന്നയ്ക്ക് മാവോയിസ്റ്റ് ബന്ധം ഉൾപ്പെടെയുള്ളതായാണ് സംശയമുയരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ മാസ്കുമാൻ താമസിച്ചത് തമിഴ്നാട്ടിലെ സത്യമംഗലം വനമേഖലയിലെ LTT റിലീഫ് ക്യാമ്പിലാണ്. ഇവിടെ നിന്നും കർണാടകയിലെത്തിയ ഇയാൾ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചതായും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം അതിനുശേഷം ക്ഷേത്രത്തെ തകർക്കുന്നതിന് എന്താണ് ഇയാളെ പ്രേരിപ്പിച്ചതെന്നുൾപ്പെടെ വ്യക്തമാവേണ്ടതുണ്ട്. ജനം, ധർമ്മസ്ഥല. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭാരതം മനോഹരമായി കാണപ്പെടുന്നതായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല. ഭാരതത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും രൂപവുമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തെ വ്യത്യസ്തമാക്കുന്നത്. താനൊരു ഭാരതീയനായതുകൊണ്ടല്ല ഇത് പറയുന്നതെന്നും ഏതൊരു ബഹിരാകാശ സഞ്ചാരിക്കും ഇതേ അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിൻ്റെ ഗഗൻയാൻ ദൗത്യം പുരോഗമിക്കുകയാണ്. രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്ന് ഒരു ഭാരതീയനെ ഗഗൻയാൻ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ വൈകാതെ സാധിക്കുമെന്നും ശുഭാംശു പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഗഗനസഞ്ചാരികൾക്കായുള്ള പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. मुख्यमंत्री जी आए थे, उन्होंने फेलिसिटेट किया मुझे और मुझे लगता है कि ये जो मिशन है ये हमारे देश के लिए बहुत बड़ी उपलब्धि है और बहुत सही समय पे ये एक मिशन हुआ है, क्योंकि हम भारत अपनी जर्नी पे है ह्यूमन स्पेस फ्लाइट मिशन की, मिशन गगनयान, भारतीय अंतरिक्ष स्टेशन और अंततः लैंडिंग ऑन मून। तो ये इस मिशन से जो कुछ भी हमें सीख प्राप्त हुई है, मुझे लगता है वो बहुत ही यूनिक है और बहुत ही क्रिटिकल है हमारे मिशन को एग्जीक्यूट करने के लिए। और अगले कुछ महीनों में, सालों में ये कोशिश रहेगी कि जो कुछ भी हमने सीखा है वो हम इफेक्टिवली अपने मिशन में उसको एम्प्लॉय कर पाएँ, उसका यूज़ कर पाएँ। पर सबसे बड़ा एस्पेक्ट जो है, जो मुझे बहुत खुशी दे रहा है इस समय, वो ये उत्साह देके जो लोगों में इतना प्यार है और जो इतना सपोर्ट वो इस मिशन को दिखा रहे हैं। तो मुझे लगता है कहीं ना कहीं ये क्यूरियोसिटी ऑलरेडी जनरेट हो चुकी है हमारी कंट्री में और अब बस हमें इसको इनेबल करना है और एक के बाद एक हमें ये मिशन एग्जीक्यूट करने हैं। बहुत ही जल्द हमें इंडियन सॉइल से इंडियन रॉकेट पे एक इंडियन कैप्सूल में एक इंडियन को अंतरिक्ष में भेजना है। ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട നിർണായക പരീക്ഷണം വിജയകരം. ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ആണ് വിജയകരമായി പൂർത്തിയാക്കിയത്. പാരച്യൂട്ട് അധിഷ്ഠിതമായ പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും സുരക്ഷിതമായുള്ള ലാൻഡിംഗ് എന്നിവ ഉൾപ്പെട്ടതായിരുന്നു പരീക്ഷണം. ISROയ്ക്കൊപ്പം ഇന്ത്യൻ വ്യോമസേന, DRDO, ഭാരത നാവികസേന, ഭാരത കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സംയുക്ത ശ്രമത്തിലായിരുന്നു ഈ പരീക്ഷണം പൂർത്തിയാക്കിയത്. ജമ്മുവിൽ ഉന്നതതല യോഗം ചേർന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രളയബാധിത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നതതല യോഗമാണ് ജമ്മുവിൽ ചേർന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇത്തരമൊരു യോഗം വിളിച്ചത്. പ്രളയബാധിത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിരുന്നല്ലോ ഈ യോഗം. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ജമ്മുവിലുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ഒപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാദൗത്യം, ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തുന്നതിനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുവിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. ജമ്മുവിൽ രാജ്ഭവനിൽ ചേർന്ന യോഗത്തിൽ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കൂടാതെ ജമ്മു കശ്മീരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, സൈനിക ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ കിഷ്ത്വാർ, കത്വ മേഖലയിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഈ യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അവിടേക്ക് കൂടുതലായി നൽകേണ്ട സഹായം സംബന്ധിച്ചും യോഗത്തിൽ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. കിഷ്ത്വാർ മേഖലയിൽ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും 60-ലധികം മരണം റിപ്പോർട്ട് ചെയ്തു. 160-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. കിഷ്ത്വാറിലെ സർക്കാർ ആശുപത്രിയിൽ ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ട് സന്ദർശിച്ചു. അവിടെ ഡോക്ടർമാരുമായി കൂടിയാലോചന നടത്തി. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിരുന്നു. പരിക്കേറ്റവരുടെയെല്ലാം ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഈ യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. കിഷ്ത്വാർ മേഖലയിൽ
മേഖലയിൽ ഇപ്പോഴും സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും CRPFും CISFും തുടങ്ങി സംയുക്ത സേനയുടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം അവിടെ പരിക്കേറ്റവരെ പുനരധിവസിപ്പിക്കുന്നതിനും മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവിടെയുള്ള കെട്ടിടങ്ങൾ, തകർന്ന കെട്ടിടങ്ങൾ പൂർത്തിയാക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ആലോചനകൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുവിൽ രാജ്ഭവനിൽ ഉന്നതതല യോഗം ചേർന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാദൗത്യങ്ങളും വിലയിരുത്തി. ഒപ്പം ജമ്മു കാശ്മീരിലെത്തിയിട്ടുള്ള പ്രതിരോധ മന്ത്രി സ്വാഭാവികമായിട്ടും നിലവിൽ കശ്മീർ മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. അതിർത്തി മേഖലകളിൽ കഴിഞ്ഞ ആഴ്ച സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അഭ്യാസ പ്രകടനവും നിരീക്ഷണവും നടന്നിരുന്നു. അതിർത്തി മേഖലയിലെയും അല്ലാതെയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. ഒപ്പം പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കിഷ്ത്വാറിലും കത്വയിലും ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ദുരന്ത മേഖലയിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ എന്ത് സഹായം, എന്ത് ഇടപെടൽ ഉണ്ടാകണം എന്നത് സംബന്ധിച്ച കൃത്യമായ വിലയിരുത്തൽ നടത്താനും അത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നതിനുമാണ് പ്രതിരോധ മന്ത്രി ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുള്ളത്. കിഷ്ത്വാറിൽ അപകടത്തിൽ പരിക്കേറ്റവരെ പ്രതിരോധ മന്ത്രി നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു. തീർച്ചയായും ജമ്മുവിലെ പ്രകൃതി ദുരന്തം, അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇന്ന് ഉന്നതതല യോഗം വിളിച്ചത്. അത് മാത്രമല്ല, ജമ്മുവിലെ സുരക്ഷാ പ്രശ്നങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഓഗസ്റ്റ് 29 മുതൽ 29, 30 തീയതികളിൽ ജപ്പാൻ സന്ദർശിക്കും. 15ാമത് ഭാരത ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുടെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം. ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് ചാമോലിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മേഘവിസ്ഫോടനം മൂലം ദുരിതം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിച്ച മുഖ്യമന്ത്രി ജനങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാർ അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ചമോലിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നേരത്തെ സ്ഥിതിഗതികൾ പഠിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമായി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേർന്നിരുന്നു. വടക്കൻ പാകിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 300ഓളം വീടുകൾ തകർന്നു. പർവ്വതനിരകളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് 7 കിലോമീറ്ററോളം കൃത്രിമ തടാകം രൂപപ്പെട്ടതിനാൽ വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു. ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യയിലാണ് തടാകം രൂപപ്പെട്ടത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. പാകിസ്ഥാനിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 400 പേർ മരിച്ചിരുന്നു. ഉക്രൈൻ റഷ്യ സംഘർഷം വീണ്ടും കടുക്കുന്നു. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ ആരോപിച്ചു. റഷ്യ നിരന്തരം ഡ്രോൺ ആക്രമണം നടത്തിയതായി ഉക്രൈനും ആരോപിക്കുന്നു. ഉക്രൈൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനിടെ ആയിരുന്നു ഈ ആക്രമണം. പടിഞ്ഞാറൻ കുർസ്കിലെ ആണവ നിലയത്തിൽ വൻ തീപിടുത്തം ഉണ്ടായി എന്നും ഉക്രൈൻ ആരോപിക്കുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ മേഖലയിൽ സംഘർഷം അവസാനിക്കുന്നില്ല. ഉക്രൈനും റഷ്യയും തമ്മിൽ അവർ ആക്രമണവും പരസ്പരം നടത്തുന്നു, പക്ഷേ പരസ്പരം ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ടല്ലോ. ഐസൺ ജോസ്. തീർച്ചയായും യുക്രൈനെതിരായ ആക്രമണം കടുപ്പിച്ചു റഷ്യ എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് തിരിച്ചും ഒരു ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലൊരു ആക്രമണം യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കുറെ കൂടി സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി തന്നെ തുടരുകയാണ്. നിരവധി വിഷയങ്ങൾ കാലങ്ങളായി തുടരുന്ന ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങണം എന്ന ഒരു നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആണവ നിലയങ്ങൾക്കെതിരെ ഒരു യുക്രൈന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ നേരത്തെ സൂചിപ്പിച്ച കോസ്കിലെ ആ ആണവ നിലയത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില മേഖലകളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന്
മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ആണവ നിലയത്തിന് സമീപം വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം നടക്കുകയും ഡ്രോൺ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ പരസ്പരം ഈ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ യുക്രൈന്റെ നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുകയും സമാനമായ രീതിയിൽ മറ്റു രീതിയിലുള്ള ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് യുക്രൈന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള നിലപാടുകൾ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ നാറ്റോയും സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ എത്ര കണ്ട് പ്രായോഗികമായി ഈ സമാധാന കരാറിന് ശേഷം നിലനിൽക്കുമെന്നത് തന്നെയാണ്. അതിന് മുന്നോടിയായി ഇപ്പോൾ സമാധാന കരാറിലേക്ക് എത്താനുള്ള കാലതാമസത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് പല വിഷയങ്ങളും. നിലവിലെ സാഹചര്യത്തിൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, തീർച്ചയായും റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം കുറയുന്നില്ല. ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. താരിഫ് യുദ്ധത്തിനിടയിലും അമേരിക്കയ്ക്ക് അടുത്ത തിരിച്ചടി നൽകി ഭാരതം. US നിർമ്മിത യുദ്ധവിമാനങ്ങൾക്ക് പകരം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കാനാണ് ഭാരതത്തിൻ്റെ നീക്കം. തദ്ദേശീയമായി നിർമ്മിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ ഫ്രഞ്ച് കമ്പനിയുമായി ചേർന്ന് ഭാരതം വികസിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഡൽഹിയിൽ നടന്ന വേൾഡ് ലീഡേഴ്സ് ഫോറത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നിർണായക പ്രഖ്യാപനം. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഭാരതം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയുമായി ചേർന്നാണ് എഞ്ചിനുകൾ വികസിപ്പിക്കുകയെന്ന് രാജ്നാഥ് സിംഗ് അറിയിച്ചു. हमने एचएएल को करीब 66,000 करोड़ रुपए की लागत से 97 तेजस फाइटर प्लेन्स बनाने का नया ऑर्डर दे दिया है और इसके पहले भी एचएएल को 48,000 करोड़ रुपए की लागत से 83 एयरक्राफ्ट बनाने का भी ऑर्डर दिया गया था. റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള M88 എഞ്ചിന്റെ നിർമ്മാതാക്കളാണ് സഫ്രാൻ. AMCA യുദ്ധവിമാനങ്ങൾക്കായി ഹൈത്രസ്റ്റ് എഞ്ചിനായിരിക്കും സഫ്രാൻ വികസിപ്പിക്കുക. അമേരിക്കയുടെ F-35, റഷ്യയുടെ Su-57 തുടങ്ങി 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന തരത്തിലാകും ഭാരതത്തിന്റെ AMCA യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം. ഭാരതത്തിന്റെ സൈനിക ശേഷിക്ക് കരുത്തേകാൻ 5ാം തലമുറ യുദ്ധവിമാനത്തിന് സാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ സ്റ്റെൽത്ത് ഹെവി മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റായിരിക്കും ഇത്. ടൺ ഭാരവും ഇരട്ട എഞ്ചിനുമുള്ള യുദ്ധവിമാനമാണിത്. സൂപ്പർ ക്രൂയിസ് ശേഷി, സെൻസർ ഫ്യൂഷൻ തുടങ്ങി ഒട്ടനവധി സവിശേഷതകൾ ഈ വിമാനത്തിൽ ഉൾപ്പെടും. വിമാനത്തിന്റെ നിർമ്മാണത്തിനായുള്ള പ്രാരംഭ ചെലവിനായി 15,000 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. 2030ഓടെ എഞ്ചിൻ പുറത്തിറക്കാൻ ആകുമെന്നാണ് നിഗമനം. നാഷണൽ ഡെസ്ക്, ജനം. ഭാരതീയ സംസ്കാരത്തെ നെഞ്ചേറ്റുന്ന വിദേശികൾ നിരവധിയാണ്. അത്തരത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് ശ്രോതാക്കളെ കൊണ്ടെത്തിക്കുന്ന അമേരിക്കൻ പൗരൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. തുംരി ആജ് ഖേലോ ശ്യാം സാങ് ഹോരി എന്ന ഗാനമാണ് അമേരിക്കൻ പൗരനായ എറിക് ആലപിച്ചത്. ഭാരതത്തിന്റെ വർണ്ണാഭ ഉത്സവമായ ഹോളിയുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഗാനം. എറിക് ഒ ഡാലി എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച ഗാനത്തിന് ഇതിനോടകം നിരവധി ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ചു. വർഷങ്ങൾക്ക് മുൻപാണ് താൻ തുംരി ഗാനം കേട്ടത്. താനൊരു തുംരി ഗായകനല്ല. എന്നാൽ ഗാനത്തിന്റെ ഈണം ഇപ്പോഴും എന്നിൽ നിലനിൽക്കുന്നതിനാൽ താൻ ഇത് പങ്കുവെക്കുന്നുവെന്ന തരത്തിലാണ് യുവാവ് ഗാനം പങ്കുവെച്ചത്. കാഫി രാഗത്തിലുള്ള ഗാനമാണിത്. യുവാവിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചും രംഗത്തെത്തിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം. രാജ്യാന്തരം പൂർത്തിയാവുന്നു. ഇനി ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.